വെൽക്കം ബാക്ക് ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് നല്ല ഒരു റെസിപ്പിയാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇത് ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണ് പറയുന്നത്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു റെസിപ്പിയാണ് പ്രോൺസ് റൈസ്. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ബാസ്മതി റൈസാണ് കൂടുതലും നല്ലത്. അതാകുമ്പോൾ നല്ല ഒന്നൊന്നായിട്ടിരിക്കും, വലിയ തടിപ്പില്ല, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് നല്ലത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാമല്ലോ, പറയാം. എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് നമുക്ക് പറയാം. പിന്നെ വലിയ ജീരകം, ഗരം മസാല, കായപ്പൊടി പ്രത്യേകിച്ച്, പിന്നെ വെളുത്തുള്ളി ഒരു കഷ്ണമല്ല, ഒരു കട്ട. അതിൽ ചതച്ചതാണ്. അത് ചതയ്ക്കാതെ വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഒരു മുഴുവൻ ഉള്ളി, സവാള പോലെയുള്ള ഒരു വലിയ ഉള്ളി. പിന്നെ ഇഞ്ചി വന്നിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര എടുക്കണമെന്നുള്ളതിൽ 1 കിലോയ്ക്ക് ഇത്രയാണ് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നത്. അത് ചുരണ്ടി ചതച്ച് അരച്ച കണക്കാക്കിയിട്ട് വെക്കണം. പിന്നെ മുളക് പൊടി 4 സ്പൂണ്, 4 ടീസ്പൂണല്ല, 4 വലിയ സ്പൂണിന് 4 സ്പൂണ് എന്ന് വെച്ചാൽ 1 കിലോ ചെമ്മീനായതുകൊണ്ട് അതിൻ്റെ മസാല അതിനും വേണം. അപ്പോൾ അത്രയും മസാല ഇല്ലെങ്കിൽ പറ്റില്ല. നമ്മളിതിനകത്ത് ഉള്ളി തക്കാളി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ മല്ലിയില നല്ല ഫ്രഷായ മല്ലിയില കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്നതാണ് ഇത് എന്നിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ കരിയേപ്പില പിന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ. അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഏറ്റവും നല്ല ഗുണമായതും നമ്മൾ എടുത്ത് കളയുന്നതുമായ ഒന്നാണ് കരിയേപ്പില. പിന്നെ ബാസ്മതി റൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ബാസ്മതി റൈസ് വേവിച്ച് ഊറ്റി തണുക്കാൻ വെച്ചിരിക്കുകയാണ്. തണുത്ത് കഴിയുമ്പം പിന്നെ അത് ഒന്നൊന്നായിട്ട് ഇങ്ങനെ കുഴയാതെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അത് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസാണ് ഇത്. ബാച്ചിലർക്കും നമ്മൾ പുറത്ത് പോകുന്നവർക്കും എല്ലാവർക്കും രാത്രിയിലെ നമുക്ക് ആക്കിയിട്ട് വെച്ചിട്ട് രാവിലെ പെട്ടെന്ന് എടുത്ത് നമുക്ക് മീനെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ആക്കി വെച്ച് നമുക്ക് ഇതാക്കാം. മസാലയെല്ലാം ഇളക്കി അതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചതിന് ശേഷം മീനിനകത്ത് പുരട്ടി ഒരു പാത്രത്തിൽ മസാല പുരട്ടി ചട്ടിയിൽ എണ്ണയൊഴിച്ച് അത് അടുപ്പിൽ തന്നെ വെച്ച് അത് വേകാനായിട്ട് വയ്ക്കുക. അപ്പോൾ എണ്ണയും എല്ലാം മസാലയും എല്ലാം ഒത്തു തന്നെ മീനിനകത്ത് നല്ലതുപോലെ വെന്ത് പിടിച്ച് വരും. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. അത് ചോറാണെന്നും പറഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മസാലയിൽ തന്നെ വേകുകയും അതിൻ്റെ ടേസ്റ്റ് അതിൽ പിടിക്കുകയും ചെയ്യും. കുറച്ച് കരിയേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ഇടുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരല്ലിയല്ല, കുറച്ചിത്തിരി അധികമായിട്ട്. അത് ഏകദേശം വെന്ത് കഴിഞ്ഞു, പൊരിക്കണ്ട. എന്നിട്ട് നമ്മൾ ചോറ് ഇതിനകത്ത് ഇടുവാണ്. ഈ മീനിൻ്റെ കൂടെ തന്നെ ഈ ചോറ് ഇതിൻ്റെ മുകളിലിടുക. അപ്പം എന്നിട്ട് മല്ലിയിലയും തൂറ്റുക. ഇത്ര തന്നെ ഉള്ളു അതിൻ്റെ പാചകം. ഈസിയായ ഇതാണ്. അപ്പോൾ അടിയിൽ നിന്നും കുറച്ച് വെന്ത് ആവി ഇങ്ങോട്ട് വന്ന് ആവി വരുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കി തിരിച്ചും മറിച്ചും ഇളക്കി അതിൻ്റെ മസാല എല്ലാ സ്ഥലത്തും പിടിക്കുന്ന കണക്ക് ആക്കുമ്പം അതിങ്ങനെ പിടിച്ച് അത് ആവിയിലിങ്ങനെ നല്ല മണത്തോട് കൂടിയിട്ട് ഇതിങ്ങനെ വരും. അപ്പം നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. തിരിച്ചും മറിച്ചും ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ആ ചെറിയ തീയിൽ ഒന്ന് ദമ്മ് ചെയ്യുന്ന കണക്ക് ചെറിയ തീയിൽ ഈ ചോറ് ആകുമ്പോൾ നമുക്കത് പിന്നെയും അതിനെ എടുത്ത് ഒന്ന് തിരിച്ചും ഇളക്കി ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രോൺസ് റൈസ് റെഡിയായി കഴിയും. ഇത്രയും എളുപ്പമായ ഈസിയായ ഒരു ആഹാരവും വരുന്നവർക്ക് നമുക്ക് ബിരിയാണി വെക്കുന്നതിനെയും കാട്ടി ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സ്പെഷ്യൽ എന്നും പറഞ്ഞ് ഇന്നത്തെ സ്പെഷ്യൽ എന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അങ്ങനെ പ്രോൺസ് റൈസ് റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക.